ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജയബാലന്റെ തലക്കിട്ട് തന്നെ അടി കൊടുക്കാൻ പോവാണ് നമ്മുടെ കാവേരി. പാവം അരവിന്ദനെ പറ്റിച്ച് അയാൾ നേടിയെടുത്ത തോട്ടവും കാശും ഒക്കെ കാവേരിക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിൽ അവൾ കൊണ്ടുവന്ന് എത്തിക്കും. അതിനുശേഷം കാവേരി നരന്റെ അടുത്തേക്ക് പോകുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാവേ. അങ്ങനെ തനിക്ക് അനുകൂലമായ തെളിവുകളെല്ലാം കാവേരി ശേഖരിച്ചു വെക്കുകയാണ്. ശിവരാമേട്ടനും ഇനി തനിക്ക് അനുകൂലമായി മൊഴി പറയുമെന്ന് കാവേരിക്ക് ബോധ്യപ്പെടുക. അത് മാത്രമല്ല, ബാങ്ക് മാനേജറെ പോയി കണ്ട് അച്ഛൻ പണം അയച്ചിരുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം കാവേരി ശേഖരിക്കുന്നുണ്ട്. അദ്ദേഹവും കാവേരിയുടെ ഒപ്പം നിൽക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇത്രയും നാളും ആ പാവ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ ജയപാലന്റെ കുടുംബം മോടി പിടിപ്പിക്കാനുള്ളതല്ല. ഈ ന്യായത്തിന് ഒരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല. എന്റെ എന്ത് സഹായം വേണമെങ്കിലും അത് ഞാൻ ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാവേരിയുടെ ഈ നീക്കങ്ങളൊക്കെ ജയപാലനും അറിയുന്നുണ്ട്. പിന്നെ കൂടുതൽ കാവേരിയെ പ്രകോപിപ്പിക്കാതെ അയാൾ നോക്കുകയാണ്. കാരണം നിവിന്റെയും രാഗിണിയുടെയും കല്യാണം എത്രയും വേഗം സമാധാനത്തോടു കൂടി നടത്തിയെടുക്കണം. അത് മാത്രമാണ് അയാളുടെ മനസ്സിലുള്ളൂ. അപ്പൊ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇരു കുടുംബങ്ങളിലും. നമ്മുടെ നിവിനാണെങ്കിൽ എങ്ങനെയും ഈ കല്യാണം മുടക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങുന്നുണ്ട്. അതിനുവേണ്ടി രാജേശ്വരിയോടും അച്ഛനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ കയർത്തുപോലും നമ്മുടെ രാജേശ്വരിയോട് നിവിൻ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. തന്റെ ഇഷ്ടങ്ങളും ജീവിതവും നോക്കാതെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് എന്റെ കല്യാണം നടത്തി ആ രാഗിണിയെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവല്ലേ എന്ന് പോലും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിവിന്റെ ഇത്തരത്തിലുള്ളൊരു മാറ്റം, അതിനേക്കാൾ ഉപരി തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിവിൻ തങ്ങളുടെ വഴിക്ക് വരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ രാജേശ്വരി ഒരു കടുത്ത തീരുമാനം എടുക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. മറ്റൊന്നുമല്ല, കുറേ അധികം സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് രാജേശ്വരി കഴിക്കുന്നുണ്ട്. അങ്ങനെ സീരിയസ് ആയ രാജേശ്വരിയെ പെട്ടെന്ന് തന്നെ ഭർത്താവ് ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ജയപാലനും കുടുംബവും എല്ലാവരും ഉണ്ട്. ഈ ഒരു സംഭവം കേൾക്കുന്ന നമ്മുടെ നിവിന് സഹിക്കാൻ സാധിക്കുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഈ ലോകത്ത് നിവിൻ ഏറ്റവും സ്നേഹിക്കുന്നത് അവന്റെ അമ്മയെ തന്നെയാണ്. തന്റെ അമ്മ ഇങ്ങനൊരു നിലയിലെത്തിയത് താൻ കാരണമാണോ എന്നൊരു ചിന്ത നമ്മുടെ നിവിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ചുറ്റിനുമുള്ളവരെല്ലാം രാജേശ്വരിയെ ഇത്രയധികം നീ വേദനിപ്പിച്ചതാണെന്നും നീ കാരണമാണ് ഇങ്ങനൊരവസ്ഥ രാജേശ്വരിക്ക് ഉണ്ടായതെന്നും പറഞ്ഞ് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നമ്മുടെ നിവിനും ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരാശ്വാസത്തിന് വേണ്ടി വിനീതിന്റെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിലും വിനീത് നിവിനെ അടുപ്പിക്കുന്നേയില്ല. വിനീതും ഇപ്പം ആകെ ഒരു ധർമ്മസങ്കടത്തിലാണ്. ഈ നാടും പുഷ്പവാടിയും തയ്യൽക്കടയൊക്കെ വിട്ടിട്ട് മറ്റൊരു നാട്ടിൽ പോയി സ്ഥിരമായി താമസിക്കാനൊന്നും നമ്മുടെ വിനീതിനെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ഗംഗയാണെങ്കിൽ പുറം ലോകത്തെ പ്രൗഢിയുള്ള ജീവിതത്തെ പറ്റിയൊക്കെ ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുമല്ല, നമ്മുടെ വിനീതിന് കിട്ടിയിരിക്കുന്ന ഓഫർ പ്രകാരം തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്ന് തയ്ച്ചു കൊടുക്കേണ്ടതുണ്ട്. പള്ളിയിലച്ചനോട് സംസാരിച്ചത്. അപ്പം നമ്മുടെ നമ്മുടെ വിനീത് അത് വേണ്ടെന്ന് വെച്ച കാര്യമൊക്കെ ഗംഗയോട് പറയുമ്പം ഗംഗ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും നിളയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് താമസം മാറാനായിട്ട് തീരുമാനിച്ച സ്ഥിതിക്ക് എന്തിനാണ് വിനീതേട്ടന് ഇപ്പോൾ കിട്ടിയ ഈ ഓർഡർ വേണ്ടെന്ന് വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല ഗംഗ, ചിലപ്പോൾ അവിടെ കുറേ അധികം ദിവസം നിൽക്കേണ്ടതായിട്ട് വരും എന്ന് പറയുമ്പം ഗംഗ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നമുക്കിവിടെ ആരാ വിനീതേട്ട ഉള്ളത്? എല്ലാവരും കൂടി ഇവിടുന്ന് പോകാനായിട്ടല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയ്ക്കും ഈ നാട്ടിൽ ഇനി താമസിക്കണമെന്നൊന്നുമില്ല. അമ്മയും പറയുന്നത് എന്തെങ്കിലും ജോലി ചെയ്ത് തിരുവനന്തപുരത്ത് ജീവിക്കാമെന്നാ. അങ്ങനെയുള്ളപ്പം വിനീതേട്ടനും അവിടെ ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ കിട്ടുന്നതിൻ്റെ 2 ഇരട്ടി തയ്യൽക്കൂലി ആ നാട്ടിലുണ്ട് എന്ന് എൻ്റെ ഒരു കൂട്ടുകാരി വന്നപ്പം അറിയാൻ കഴിഞ്ഞു എന്നൊക്കെ തുടങ്ങി സകല കാര്യങ്ങളും ബോധ്യപ്പെടുത്താണ്. അപ്പൊ ഗംഗയ്ക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന വിനീത് ഇഷ്ടമില്ലായ്മയോടുകൂടി തിരുവനന്തപുരത്ത് പോയി സ്ഥിരതാമസമാക്കാൻ ഗംഗയ്ക്ക് സമ്മതം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേസമയം രാജേശ്വരി കടുങ്കൈ ചെയ്തു ശ്രമിച്ചതോടുകൂടി നമ്മുടെ നിവിനും രാജേശ്വരിയും അച്ഛനെയും കൂടുതൽ എതിർക്കുന്നതൊക്കെ നിർത്തിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. പക്ഷെ എങ്ങനെയും കല്യാണം മുടക്കണം എന്നൊരു ചിന്ത ഇപ്പോഴും മനസ്സിലുണ്ട്. കാവേരി അല്ലാതെ തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പോലും നമ്മുടെ വിനീതിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതേസമയം വിശാലാണെങ്കിൽ തൻ്റെ ചേച്ചിയുടെ കല്യാണം കോളേജ് മുഴുവനും എല്ലാ ഫ്രണ്ട്സിനെയും സഹപാഠികളെയും ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലൊരു കല്യാണക്കുറി നമ്മുടെ യമുനയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പൊ രാഗിണിയുടെയും നിവിന്റെയും കല്യാണക്കുറി കാണുന്ന യമുന ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവളുടെ കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട്, എടി അപ്പൊ നിവിൻ ചേട്ടൻ നിന്റെ പിന്നാലെ നടന്നതൊക്കെ വെറുതെ ആയിരുന്നോ? വെറും ഒരു രസത്തിന് വേണ്ടിയാണോ ഇങ്ങനെ സംഭവിച്ചത്? നിന്നെ അയാൾ തേച്ചോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന യമുനയ്ക്ക് ഒരുപാട് വേദന ഉണ്ടാവുകയാണേ. ഒരിക്കലും നിവിൻ ചേട്ടൻ എന്നോട് അങ്ങനെ ഒരു ചതി ചെയ്യില്ല. നിവിൻ ചേട്ടന് എന്നോടുള്ളത് സിൻസിയർ ആയിട്ടുള്ള പ്രണയമാണ്. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. എന്താണെങ്കിലും ഞാനിത് അറിഞ്ഞിട്ട് ഇനി എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ്
നമ്മുടെ യമുന നിവിനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് ഇതെന്താ നിവിൻ ചേട്ടാ, നിവിൻ ചേട്ടൻ്റെയും രാഗിണിയുടെയും ഒരു കല്യാണക്കുറി എൻ്റെ കയ്യിൽ കിട്ടിയല്ലോ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അപ്പം നിവിൻ ചേട്ടൻ കാണിച്ച പ്രണയവും സ്നേഹവും ഒക്കെ വെറുതെ ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നിവിൻ കരുതും കാവേരി ഉദ്ദേശിച്ചാണ് യമുന ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. ഒരിക്കലുമല്ല, യമുനയ്ക്ക് എൻ്റെ മനസ്സറിയാലോ, ഞാൻ സ്നേഹിക്കുന്ന ആളുടെ ഒപ്പം അല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാം. ഈ കല്യാണം എങ്ങനെയും മുടക്കും, അല്ലാതെ ഒരിക്കലും രാഗിണിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല എന്ന് തീർത്ത് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന നമ്മുടെ യമുനയ്ക്ക് സമാധാനമാവുക. കേട്ടോടി, നിവിൻ ചേട്ടൻ പറഞ്ഞത് എന്നെ അല്ലാതെ മറ്റാരെയും നിവിൻ ചേട്ടന് ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ലെന്ന്. ഇത് വീട്ടുകാരുടെ നിർബന്ധത്തിന് കല്യാണം നടത്തുന്നതാ, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് വളരെ അഹങ്കാരത്തോടു കൂടി തന്നെ യമുന പറയാണ് കേട്ടോ. അപ്പം നിവിൻ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും യമുനയെ നേരിട്ടൊന്ന് കാണണമെന്ന് നമ്മുടെ നിവിനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കാവേരി തനിക്ക് മുഖം പോലും തരുന്നില്ല, കാവേരിയോട് സംസാരിക്കാനും ഒരവസരം കിട്ടുന്നില്ല. തനിക്ക് കുറുകെ വിനീതും എപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട്. യമുന വഴി മാത്രമേ തൻ്റെ മനസ്സിലുള്ളത് കാവേരിയെ അറിയിക്കാനായിട്ട് സാധിക്കുള്ളൂ. തൻ്റെ മനസ്സറിഞ്ഞ് തൻ്റെ കൂടെ നിൽക്കുന്ന ആളാ യമുന എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ നിവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നിവിനാണെങ്കിൽ യമുനെ കാണാനായിട്ട് ചെല്ലുക. അപ്പം യമുനയാണെങ്കിൽ നിവിനെ കാണുമ്പം ഒരു പ്രണയതാവിനെ കാണുന്ന എല്ലാ ചേഷ്ടകളോടും കൂടി അത്രയേറെ സ്നേഹത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത്. പക്ഷെ പാവം നിവിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. നിവിൻ്റെ മനസ്സിൽ കല്യാണം മുടക്കണം, കാവേരി കല്യാണം കഴിക്കണം, ഈ ഒരു ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യമുനയുടെ കണ്ണുകളിൽ കാണുന്ന പ്രണയം നിവിനൊട്ട് തിരിച്ചറിയുന്നുമില്ല. അപ്പം വീണ്ടും കാവേരിയുടെ പേര് എടുത്തു പറയാതെയാണ് നമ്മുടെ നിവിൻ സംസാരിക്കുന്നത് യമുനയോട്. അപ്പോൾ യമുനയുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷകൾ വളരുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിവിൻ ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ കല്യാണം മുടക്കി തന്നെ വിവാഹം കഴിക്കും എന്നൊരു ഉറപ്പ് കിട്ടിയതുപോലെയാണ് യമുനയുടെ മനസ്സിൽ. അപ്പോൾ യമുനയാണെങ്കിൽ നിവിനോട് പറയുന്നുണ്ട്, നിളയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റാൻ പോവുക എന്ന് പറയുന്നുണ്ട്. അപ്പം മാത്രമാണ് നമ്മുടെ നിവിൻ ഇക്കാര്യങ്ങൾ അറിയുന്നത്. അത് കേൾക്കുന്ന നിവിന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. യമുനയും പോവാണോ എന്ന് ചോദിക്കും. അതെ, എനിക്ക് ഈ നാടും കോളേജും ഇവിടെ ഉള്ളവരൊന്നും ഉപേക്ഷിച്ച് പോകാൻ ഒരിക്കലും ഇഷ്ടമല്ല. പക്ഷേ വീട്ടിൽ അവർ സമ്മതിക്കുന്നില്ല. കാവേരി ചേച്ചിക്കും ഒരേ നിർബന്ധവ എന്ന് എടുത്തു പറയുന്നുണ്ട് കാവേരിയുടെ പേര് യമുനയെ. അത് കേൾക്കുമ്പോഴത്തേക്കും നിവിനാകെ സങ്കടം വരിക. തന്നോടൊരു വാക്കുപോലും ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരികയാണ്. അപ്പം യമുനയും നിവിനും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് നമ്മുടെ കാവേരി കാണുന്നുണ്ട്. അപ്പോൾ കാവേരി ആണെങ്കിൽ വളരെയേറെ സങ്കടത്തോടു കൂടി അത് നോക്കി നിൽക്കുന്നത്. അതുമാത്രമല്ല, നിവിനാണെങ്കിൽ രാഗിണിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പിന്നെയും എന്തിനാ യമുനയ്ക്ക് പ്രതീക്ഷ കൊടുക്കുന്നത് എന്നൊരു ചിന്തയാണ് നമ്മുടെ കാവേരിയുടെ മനസ്സിലും. കാവേരി ആണെങ്കിൽ നിവിൻ്റെ മനസ്സിൽ പ്രണയം ഉള്ളത് യമുനയോടാണെന്ന് തന്നെ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേസമയം കല്യാണക്കുറിയുടെ കാര്യം ഒന്നുകൂടി യമുന ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല യമുനെ, ഞാൻ സ്നേഹിക്കുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് നിവിൻ വീണ്ടും യമുനയ്ക്ക് ഉറപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ കാവേരി വേദനയോട് കൂടിയാണ് നോക്കി നിൽക്കുന്നത്. ഇതേ സമയം നമ്മുടെ കാവേരി തെളിവുകളൊക്കെ ലഭിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയപാലനെതിരെ ഒരു പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ആ പരാതി കൊടുത്താൽ മാത്രമേ തൻ്റെ അച്ഛന് നഷ്ടപ്പെട്ട കാശുകളൊക്കെ ജയപാലൻ തിരിച്ചു തരൂ എന്നും ബോധ്യപ്പെട്ടിരിക്കുക. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ കാവേരിക്ക് നിരാശയാണ് കേട്ടോ ഉണ്ടാകുന്നത്. അവിടെ ജയപാലനെതിരെ പരാതി എഴുതിയെടുക്കാൻ ആരും തന്നെ സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല, കാവേരിയോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരെ അപമാനപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് വളരെ രൂക്ഷമായിട്ട് കാവേരിയോട് പെരുമാറുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും തളരാൻ നമ്മുടെ കാവേരി ഒരിക്കലും സമ്മതിക്കില്ല അല്ലേ. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ്റെ നിലത്ത് വെറും തിണ്ണയിൽ നമ്മുടെ കാവേരി ചമ്പ്രം പിടിഞ്ഞങ്ങോട്ട് ഇരിക്കുക. നിങ്ങൾ പരാതി സ്വീകരിക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നും പറഞ്ഞ്. അപ്പം അങ്ങനെ പോലീസുകാരും ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ. ജയപാലനെ പോലെ ഒരാൾക്കെതിരായിട്ട് പരാതി മേടിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതേ സമയമാണ് നമ്മുടെ കാവേരിക്ക് ഒരു രക്ഷകയായി ഒരാൾ വരുന്നത്. പുതിയതായി ചാർജ് എടുത്ത ഒരു ലേഡി SI ആണ് കേട്ടോ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ അവിടെയുള്ള കോൺസ്റ്റബിൾസിനോട് സംസാരിക്കുന്നുണ്ട് അവർ. അപ്പോൾ പരാതി എഴുതിയെടുക്കാത്തതാണെന്ന് മനസ്സിലാകും. കാവേരിയോടും അവർ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി തനിക്ക് നടന്ന, തൻ്റെ കുടുംബത്തിന് നടന്ന എല്ലാ ചതികളും ആ SIയെ ബോധ്യപ്പെടുത്താണ്. മേഡം, നീതി ന്യായവും ഞങ്ങളുടെ ഭാഗത്താണ്. എൻ്റെ അച്ഛനെ പറ്റിച്ചാണ് ആ ജയപാലൻ സർവ്വതും സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. അയാൾ എൻ്റെ അച്ഛനെ അയച്ചു തന്നിരുന്ന കാശെടുത്തതിനുള്ള സകല തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, എൻ്റെ അച്ഛനെ ചതിച്ച് അയാൾ നേടിയെടുത്തതാണെന്ന് അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട്, ശിവരാമേട്ടൻ. അദ്ദേഹവും മൊഴി പറയും എന്നൊക്കെ കാവേരി ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം SI ആണെങ്കിൽ അവിടെയുള്ള പോലീസുകാരോട് കാവേരിക്ക് അനുകൂലമായിട്ടുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കാനായിട്ട് പറയാണ്. അത് കേൾക്കുന്ന പോലീസുകാർ പറയും, മേഡം ഈ നാട്ടിൽ പുതിയതാ. ജയപാലൻ സാറിനെ പോലെ ഒരാൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് മണ്ടത്തരവാ. അത് നമ്മുടെ തൊപ്പിയെ തന്നെ ബാധിക്കും
സാധിക്കുന്ന കാര്യമാണ്. സാർ ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ തൊപ്പി തർപ്പിക്കാനും സാധിക്കും എന്ന് പറയാം. അത് കേൾക്കുന്ന ആ നീതിയും ന്യായവും മാത്രം നോക്കുന്ന പോലീസുകാരിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവർ പറയും, ഒരിക്കലും അങ്ങനെയല്ല, എനിക്ക് ശമ്പളം തരുന്നത് ഗവൺമെൻറ്റാ, അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ നാട്ടിലുള്ള പണക്കാരെ ഒക്കെ സേവിക്കാൻ വേണ്ടിയിട്ടല്ല. മര്യാദയ്ക്ക് താൻ കേസ് ഫയൽ ചെയ്തോണം എന്ന് നിർബന്ധപൂർവ്വം പറയാണ് കേട്ടോ. അപ്പം മേലുദ്യോഗസ്ഥ അങ്ങനെ ആജ്ഞാപിക്കുമ്പം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാവേരിയുടെ പരാതി അയാൾ എഴുതി മേടിക്കുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ സകല കാര്യങ്ങളും ജയപാലനെ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ ശിവരാമൻ മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്ക് ഇപ്പോൾ ഒരു പണിയാകുമെന്ന് മനസ്സിലാക്കുന്ന ജയപാലൻ ശിവരാമനെ ഭീഷണിപ്പെടുത്തി, അയാളുടെ ഭാര്യയും മക്കളെയൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് കേട്ടോ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ മൊഴി പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പം പേടിച്ച് വരച്ച് ആ പാവം സത്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ കാവേരി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ പരാതിപ്പെട്ടത് അന്ന് തന്നെ അല്ല കേട്ടോ, 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം അതിനു മുന്നേ കാവേരി വീട്ടിൽ പോയി സകല കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയും വിനീതും എല്ലാവരും നമ്മുടെ കാവേരിയുടെ കൂടെ അന്ന് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പം മൊഴി മാറ്റി ശിവരാമൻ പറയുന്ന കേൾക്കുന്ന കാവേരിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുമാത്രമല്ല, താൻ എടുത്തു വെച്ചിരുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പിയും ഒന്നും കാവേരിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാവേരി പെട്ടെന്ന് അത് നോക്കുമ്പോൾ അതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ കാവേരി അന്തിച്ചു നിൽക്കുക. അപ്പോൾ ഇത് കണ്ട് ജയപാലൻ്റെ മകൾ രാഗിണിയും അവിടെയുണ്ട്. അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം തെളിവുകളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ട സ്ഥിതിക്കും ശിവരാമേട്ടൻ കാലുമാറിയ സ്ഥിതിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ കാവേരി ആകെ തകർന്ന് അവിടെ നിന്ന് പോവാണേ. അപ്പോൾ കാവേരിയോട് വളരെ മോശമായിട്ടാണ് ജയപാലനും സംസാരിക്കുന്നത്. എന്നെപ്പോലെയുള്ള ഈ നാട്ടിലെ മാന്യന്മാരോട് കളിച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കൂടി, എന്തായിരുന്നു നിന്റെ അഹങ്കാരം, എന്നെ അങ്ങ് പൂട്ടിക്കാന്ന് നീ കരുതിയല്ലേ? ജയപാലനോട് കളിക്കുന്നതിന് മുന്നേ 2 തവണ നീ ചിന്തിക്കണം. ജയപാലനോടൊത്ത് കളിക്കാനൊന്നും നീ വളർന്നിട്ടില്ലടി എന്നൊക്കെ പറയാം. അപ്പോൾ രാഗിണിയും നല്ല രീതിയിൽ നമ്മുടെ കാവേരിയെ അപമാനിക്കുന്നുണ്ട്. പക്ഷെ കാവേരി ആ നിമിഷം അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോൾ തന്നെയൊക്കെ എവിടെയാണ് ചതു പറ്റിയത്, ശിവരാമേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ചിന്തയൊക്കെ കാവേരിയുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ കാവേരിയുടെ അവസ്ഥ കാണുന്ന ഗംഗയും വിനീതും കാവേരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ സമാധാനപ്പെടുക, ഇതൊക്കെ ഇങ്ങനെയായി തീരുവുള്ളെന്ന് എനിക്കറിയായിരുന്നു എന്ന് ഗംഗ പറയാണ്. അയാളെപ്പോലെ ഒരു ഫ്രോഡിന് മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. നമ്മുടെ പാവം അച്ഛനെ പോലും അയാൾ പറ്റിച്ചതാണ്. അങ്ങനെയുള്ളപ്പം അയാൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവില്ലേ എന്ന് ഗംഗ ചോദിക്കുക. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ശാരദയും കാവേരിയോട് പറയും, ഇനി ഇതിൻ്റെ പിന്നാലെ ഒന്നും പോകണ്ട മോളെ, നമുക്ക് എത്രയും വേഗം തിരുവനന്തപുരത്തേക്ക് പോകാം എന്നും പറഞ്ഞ് കാവേരിയെ നിർബന്ധിക്കുകയാണ് കേട്ടോ. പക്ഷേ കാവേരിക്കൊരു സഹായം തന്നെയായി മാറിയിരിക്കുകയാണ് കേട്ടോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ലേഡി ഓഫീസർ. അതും നമ്മുടെ നിവിൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പം നിവിനാണെങ്കിൽ തൻ്റെ പ്രണയവും കാവേരിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാവേരിയുടെ അതിൻ്റേതായ ഒരു പരിഗണന കൂടി അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിവിൻ്റെ സുഹൃത്താണെന്നുള്ള കാര്യമൊന്നും നമ്മുടെ കാവേരിക്ക് അറിയില്ല. അപ്പോൾ അത് തകർന്നിരിക്കുന്ന കാവേരിയുടെ അടുത്ത് ആ പോലീസ് ഓഫീസർ ചെന്ന് സമാധാനിപ്പിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. കുട്ടി, ഇതൊന്നിൻ്റെയും അവസാനമല്ല. കാവേരിയെ പോലൊരു പെൺകുട്ടി ഇത്ര ബോൾഡായിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി പോരാടുമ്പോൾ തെളിവുകൾ തനിക്ക് അനുകൂലമായി വരുവടോ. താൻ തകർന്നു പോകരുത്. തനിക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി താൻ മുന്നേറാനായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന് സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ പോലീസ് ഓഫീസറുടെ ആ സംസാരവും പ്രോത്സാഹനവും ഒക്കെ കാവേരിക്കും ഒരു ഊർജ്ജം കൊടുക്കുന്നുണ്ട്. എന്ത് നേരിടാനായിട്ട് കാവേരി തയ്യാറാവുകയാണ്. അങ്ങനെ ശിവരാമനെ കാണാൻ ഒരിക്കൽ കൂടി നമ്മുടെ കാവേരി പോകുന്നുണ്ട്. അപ്പോൾ ശിവരാമനാണ് പറയും, മോളെ പേടിച്ചിട്ടാ എൻ്റെ മക്കളെയും ഭാര്യയൊക്കെ കൊല്ലാനുള്ള രീതിയിൽ ജയപാലന ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നെ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ മോളെ ചെയ്യുക? എന്നെപ്പോലെ ഒരാൾക്ക് അയാളെ എത്രയെന്ന് വെച്ച് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കും? എന്തേലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അരവിന്ദ് സാറിന് നീതി മേടിച്ചു കൊടുക്കാം, മോളുടെ കൂടെ ഞാൻ നിന്നേനെ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ അവർ ഒന്നും അറിയാത്തവരല്ലേ, അവരെ എനിക്ക് കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ മോളെ എന്ന് ചോദിക്കുകയാണ്. അയാളുടെ നിസ്സഹായാവസ്ഥ കാണുന്ന കാവേരിക്ക് ശിവരാമനോട് പിന്നെ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. അപ്പം ശിവരാമൻ പറയുന്നുണ്ട്, ഇനിയും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെ മോളെ ഞാൻ ചതിക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ പോകാനായിട്ടും റെഡി ആയിട്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ പായ്ക്ക് ചെയ്ത് വേദനയോടെ ആണെങ്കിലും കാവേരിയും കുടുംബവും പുഷ്പവാടി വിട്ട് തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് ചേക്കേറാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും പോകുന്നതിൽ നല്ല വേദനയുണ്ട്. ഇത്രയും നാളും ജനിച്ചു വളർന്ന നാടാണ്. അവിടെ ഉപേക്ഷിച്ച് പോകുമ്പം ആർക്കാണേലും ഒരു സങ്കടം ഉണ്ടല്ലോ. കാവേരിക്കും ഉണ്ട്. തൻ്റെ അച്ഛനും ഒത്തുള്ള നല്ല നല്ല ഓർമ്മകൾ പങ്കുവെച്ചതാണ് ഈ വീട്. പക്ഷേ ഇന്ന് അവിടെ നിന്നെല്ലാം പോകേണ്ട അവസ്ഥ വന്നിരിക്കുക.
അപ്പോൾ പോകുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ സുജാതയെ അറിയിക്കാനായിട്ട് നമ്മുടെ ഗംഗയും വിനീതും കൂടി സുജാതയുടെ വീട്ടിലും പോകുന്നുണ്ട്. അപ്പോൾ സുജാതയ്ക്ക് സങ്കടമുണ്ട് മോൻ അകലെ ഒരു നാട്ടിലേക്ക് പോകുന്നതിൽ. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടും നിളയ്ക്ക് ഓപ്പറേഷന് വേണ്ടി ആയതുകൊണ്ടും സുജാത പോയിട്ട് വരാൻ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചാണ് കേട്ടോ വിടുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി പോകുന്ന ആ ദിവസം തന്നെയാണ് നമ്മുടെ രാഗിണിയുടെയും വിശാലിൻ്റെയും കല്യാണം. പക്ഷേ നമ്മുടെ കാവേരി തോറ്റു കൊടുക്കില്ലല്ലോ. നിളയെ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാശ് അവൾ ജയബാലൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുമെന്നൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ കാവേരി അത് മേടിച്ചെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ കല്യാണം നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലാണ്. നാടറിഞ്ഞ് വിളിച്ചുള്ള ആഡംബരപൂർവ്വമുള്ള ഒരു കല്യാണമാണ് കേട്ടോ അവിടെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് കൂടാൻ ആ നാട്ടിലുള്ള സകല ആൾക്കാരും ചെന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഭീഷണിപ്പെടുത്തലും കൂടി മുന്നിലുള്ളത് കൊണ്ട് നിവിനും ഒന്നും എതിർത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിവിനാണെങ്കിൽ ഇഷ്ടമില്ലാതെയും കല്യാണപ്പന്തലിൽ ഇരിപ്പുണ്ട്. പക്ഷെ എങ്ങനെയും കല്യാണം മുടക്കണം എന്നൊരു ചിന്ത നിവിൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ കാവേരിയും വിനീതും അത് ഗംഗയും കൂടിയാണ് കല്യാണപ്പന്തലിലേക്ക് ജയബാലനെ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പം പെട്ടെന്ന് കാവേരി അവിടെ കാണുമ്പം ജയബാലനൊരു ഭയം തോന്നുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കല്യാണത്തിന് കാവേരി ഒരു തടസ്സം സൃഷ്ടിക്കുമോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ കാവേരി മാത്രമല്ല പോലീസുകാരും വരുന്നുണ്ട്. അപ്പം ജയബാലൻ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് കേട്ടോ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ജയബാലനെതിരെ അറസ്റ്റ് വാറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജയബാലൻ ചോദിക്കും എന്ത് തെളിവാണുള്ളത്? എന്നെപ്പോലെ ഒരു മാന്യനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളപ്പം? ശിവരാമൻ ഉൾപ്പെടെ ആ ബാങ്ക് മാനേജർ ഉൾപ്പെടെ ജയബാലനെതിരായിട്ട് സകല ആൾക്കാരും നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന ജയബാലന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. അന്ന് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി ഈ കുട്ടിക്ക് അനുകൂലമായി സംസാരിക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ മരിച്ചുപോയ അരവിന്ദ് സാറിൻ്റെ ആത്മാവിനെ ശാന്തി കിട്ടണം. എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ സമാധാനത്തോടെ ജീവിക്കണം. അതുകൊണ്ട് ഞാനിവിടെ സത്യങ്ങളൊക്കെ പറയാൻ പോവുക ജയബാല സാറേ എന്ന് പറഞ്ഞ് ശിവരാമൻ നാട്ടുകാർ കേൾക്കെ സകല കാര്യങ്ങളും വിളിച്ചു പറയാണ്. ആ ബാങ്ക് മാനേജരും പറയാണ് കേട്ടോ. അതോടുകൂടി ജയബാലന് ഭയം വരികയാണേ. എൻ്റെ മകളുടെ കല്യാണമാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാം. അത് കേൾക്കുന്ന ആ പോലീസുകാർ പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഇവർക്ക് അവകാശപ്പെട്ട കാശ് നിങ്ങൾ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്ന് തീർത്തു പറയാണ് കേട്ടോ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ജയബാലൻ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. പക്ഷേ ജയബാലൻ്റെ ചതി എല്ലാം തിരിച്ചറിയുന്ന രാജേശ്വരിക്ക് പിന്നീട് ജയബാലനുമൊത്തൊരു കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നിവിനോട് ഇറങ്ങി വരാൻ പറയാം. അപ്പം നിവിന് സന്തോഷമാവുകയാണ്. കാവേരി കാരണം തന്നെ തൻ്റെ കല്യാണം മുടങ്ങിയിരിക്കുന്നു. നിവിന് അതിൽ പരം മറ്റൊരു സന്തോഷമില്ല. അപ്പം കല്യാണ മണ്ഡപത്തിൽ നിന്ന് നിവിനെയും കൊണ്ട് ഇറങ്ങി വരുന്ന രാജേശ്വരിയെ കാണുന്ന ജയബാലനും ഭാര്യയും കൂടി അടുത്ത് ചെന്ന് ചോദിക്കും എന്താ രാജി നീ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊരാളുടെ കണ്ണീരിൽ പണിതുയർത്തിയ ഒന്നും എൻ്റെ കുഞ്ഞിനും കൂടി വേണ്ട ജയബാലേട്ട. ഇതിൻ്റെയൊക്കെ ദോഷം എൻ്റെ മക്കൾക്കും കൂടി ബാധിക്കും. അതുകൊണ്ട് ഈ കല്യാണം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അങ്ങനെ ആകെ തകർന്ന് ജയബാലൻ നിൽക്കുക. രാഗിണിയും ആകെ നാണം കെട്ട് നാട്ടുകാർക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കുകയാണ്. തൻ്റെ മകളുടെ കണ്ണീരിന് കാരണക്കാരിയായ കാവേരിയുടെ തീരാത്ത പക ജയബാലന് തോന്നുന്നുണ്ട്. പക്ഷെ ജയബാലൻ തോറ്റ് വീണ്ടും കാവേരിയുടെ മുന്നിൽ തുന്നം പാടുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ പുഷ്പവാടിയിലെ കാവേരിയുടെ അധ്യായം അവസാനിക്കാൻ പോവാണ്. ഇനി നമ്മുടെ നരനുമൊത്തുള്ള കാവേരിയുടെ ജീവിതത്തിലെ പുതിയ ഒരു അധ്യായം തുടങ്ങുന്നതും നമുക്ക് കാണാൻ കഴിയുവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും